ആക്ടിങ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ സിനിമയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും ഒരുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സ്ക്രീൻ ആക്ടിങ്ങിൻ്റെ ടെക്നിക്സ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ക്രീൻ ആക്ടിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. ഐ എം ചലഞ്ചർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്ക്രീൻ ആക്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഒരു സീൻ ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഷഫിൾ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റേജ് ആക്ടിങ്ങിൽ ആ ഒരു അഭിനയത്തിൻ്റെ രസച്ചരട് പിടിച്ച് അഭിനയിച്ച് വന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. പുതിയ ആൾക്കാർക്കും ഇത് അതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ വേണ്ടത് എന്താണോ സീൻ, ആ സീൻ ആദ്യമായിട്ട് മുഴുവനായിട്ടും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ അതിന് മുന്നത്തെ സീനും ഇതിന് ശേഷം വരുന്ന സീനും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആ സീൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു മൂഡ് എങ്ങനെയാണെന്നുള്ളതെല്ലാം തന്നെ ഡയറക്ഷൻ ടീമിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സീൻ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ആ സീൻ നമ്മുടെ മനസ്സിൽ ഒരു പ്ലേ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സീൻ തുടക്കം മുതൽ അത് അവസാനിക്കുന്നവരെയും നമ്മുടെ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരുടെ പെർഫോമൻസിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പെർഫോമൻസും കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ ഇമോഷൻ വേരിയേഷൻസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഡയലോഗ് മോഡുലേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും അത് നമ്മൾ പ്ലേ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ സീൻ എത്ര തന്നെ ഷോട്ട് ഡിവൈഡ് ചെയ്താലും എങ്ങനെയൊക്കെ തന്നെ ഷഫിൾ ചെയ്തെടുത്താലും എന്താണോ എടുക്കുന്ന ഷോട്ട് ആ സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങളുടെ ഡയലോഗിൻ്റെ മീറ്റർ എങ്ങനെയാണെന്നുള്ളതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായ പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അടുത്തത്, പുതിയ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എപ്പോഴും ക്യാമറയിലേക്ക് നോക്കി പോവുക. അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ക്യാമറയിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ക്യാമറ ഫിയർ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാമറ ഫിയർ ഇല്ലാതാക്കാൻ പറ്റുക? നമുക്ക് ഇപ്പോൾ ഷോർട്ട് ഫിലിംസ്, നമുക്ക് അമേച്ചറായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുന്ന വഴിയോ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റീൽസ് ചെയ്യുന്ന വഴിയൊക്കെ തന്നെ നമുക്ക് ഈ ക്യാമറ ഫിയറിനെ മറികടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കൊരു പബ്ലിക് സ്പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ പല കണ്ടൻറ്റുകൾ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റേജ് ഫിയറും ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു സീൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അത് എക്സിക്യൂഷന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ക്യാമറ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ക്യാമറ ഒരു സ്റ്റാറ്റിക് ഫ്രെയിം ആയിരിക്കാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വയ്ക്കുന്നു. പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്, നമ്മളൊരു ക്യാമറയുടെ പൊസിഷൻ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വയ്ക്കും. പെർഫോം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ക്യാമറ സ്റ്റാറ്റിക് ആയിരിക്കില്ല. ആ ക്യാമറ മൂവ് ചെയ്ത് വന്ന് ചിലപ്പോൾ ഒരു ഹാഫ് റൗണ്ട് ട്രാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ആ ക്യാമറയിലേക്ക് നോക്കി പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ ഒരു സീനിലെ ഷോട്ട് എന്താണെന്ന് മനസ്സിലാക്കി ആ ഷോട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കി ക്യാമറയുടെ പ്ലേസ്മെൻറ്റും ക്യാമറയുടെ മൂവ്മെൻറ്റും കൂടെ മനസ്സിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഈ ക്യാമറയിലേക്ക് ലുക്ക് പോവാതെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇനി പറയുന്നത് ഒരു ആക്ഷനും കട്ടിനും ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് കണ്ടിന്യൂറ്റി തന്നെയാണ്. ഈ കണ്ടിന്യൂറ്റി നമുക്ക് 3 തരത്തിൽ ഒരു ആക്ടറിന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അത് ഒന്ന് ഇമോഷൻ കണ്ടിന്യൂറ്റി, രണ്ടാമത് ബോഡി ലാംഗ്വേജ്, മൂന്നാമത് പൊസിഷൻ. അതിൽ ആദ്യത്തെ കണ്ടിന്യൂറ്റിയിലേക്ക് വരാം. ഇമോഷൻ കണ്ടിന്യൂറ്റിയാണ്. ഇപ്പം പല സിനിമകളിലും നമ്മൾ കാണുന്ന വളരെയധികം ഒരു മിസ്റ്റേക്കായിട്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഒരു ഇമോഷൻ ചിലപ്പോൾ നന്നായിട്ട് കരയുന്ന ഒരാളായിരിക്കാം. ഒരു ഷോട്ടിൽ നന്നായിട്ട് കരഞ്ഞ് അടുത്ത ഷോട്ട് വരുന്ന സമയത്ത് ആ കരയുന്ന ഇമോഷൻ്റെ ഡെപ്ത് ഒന്നുകിൽ കൂടി പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ സംഭവിക്കാറുണ്ട്. ഇത് സംഭവിക്കുന്നത് ഇമോഷൻ കണ്ടിന്യൂറ്റി മിസ്സാവുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ആ ഇമോഷൻ കണ്ടിന്യൂറ്റി വിട്ടുപോകാതെ മനസ്സിലാക്കാനും ആ മീറ്ററിൽ പെർഫോം ചെയ്യാനായിട്ടും ശ്രമിക്കുക. അടുത്തായിട്ടുള്ളത് പൊസിഷനാണ്. ഇപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്നത് ഒരു തിയേറ്ററിൽ നിങ്ങളൊരു ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നൊരു ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് നടക്കുന്നു. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഇടത്ത് കൈ ആ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ടായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആ വലത്ത് കൈ കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഷോട്ടിൽ ഈ ഒരു പൊസിഷൻ നമ്മളെപ്പോഴും ഒരു ആക്ടർ ഓർത്ത് വയ്ക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് ഷോട്ട് എടുക്കുന്നത് ചിലപ്പോൾ 1-2 മണിക്കൂറുകൾക്ക് ശേഷമോ അതല്ലെങ്കിൽ ഒരു 2 ദിവസത്തിന് ശേഷമോ 2 ആഴ്ചകൾക്ക് ശേഷമോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇത്തരം നമ്മുടെ പൊസിഷനുകളെല്ലാം തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. അടുത്തത് ബോഡി ലാംഗ്വേജ്. ഒരു ക്യാരക്ടറിന് തീർച്ചയായിട്ടും ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിന് അപ്പുറത്തേക്ക് മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് അയാളുടേതായ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്നത് ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നിങ്ങളിരിക്കുന്ന പൊസിഷനിൽ ആ വ്യക്തിക്കുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആവുകയും അപ്പോൾ അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ബോഡി ലാംഗ്വേജ് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഓഫീസറിന് മുന്നിലിരിക്കുന്ന ഒരു സസ്പെക്റ്റായിട്ടാണ് പെർഫോം ചെയ്യണമെങ്കിൽ ആ സസ്പെക്റ്റിനും അയാളുടേതായ ആ ക്യാരക്ടറിൻ്റേതായ ബോഡി ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും നമ്മൾ പെർഫോം ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ മെമ്മറിയിൽ അതെല്ലാം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ആക്ഷനും കട്ടിനും ഇടയിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി കട്ട് എന്ന ഒരു വാക്കിനെ അടിസ്ഥാനമാക്കി മാത്രം പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ഒരു സിനിമയിൽ കട്ട് പറയാൻ ആകെ ഒരാൾക്കാണ് അവകാശമുള്ളൂ, അത് ആ സിനിമയുടെ ഡയറക്ടർക്കാണ്.
ഈ ഡയറക്ടർ കട്ട് പറയുന്നവരെ ഒരു ആക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ്, ബോഡി ലാംഗ്വേജ്, ലുക്ക്, പൊസിഷൻ എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കട്ട് പറയുന്ന കാരണം ചില സാഹചര്യങ്ങളിലൊക്കെ ഇപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞു, ആക്ടർ അയാളുടെ റോള് കഴിഞ്ഞ് കട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ക്യാമറയിലേക്ക് നോക്കി പോകാം, അതല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറിനോടോ അല്ലെങ്കിൽ ഡയറക്ടറോടോ ഓക്കെ അല്ലെന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കാരണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഒരുപക്ഷെ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ഇമോഷൻ, ദേഷ്യം കൊണ്ട് നിൽക്കുന്ന ആ ഒരു ബ്രീത്ത് കുറച്ച് നേരത്തേക്കെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ കട്ട് പറയാൻ കുറച്ചും കൂടെ ഡിലേ ഇട്ടു എന്ന് വരാം. അപ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ കട്ട് പറയുന്നത് വരെയും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്തത് സ്റ്റേജിങ് സ്പേസ് എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സ്റ്റേജിങ്? സ്റ്റേജിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനായിരിക്കാം, വിഷ്വലിൽ വരുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാറായിരിക്കാം. അപ്പോൾ ഇത്തരം ആ ഒരു സ്ഥലത്ത്, ആ ഒരു ലൊക്കേഷനിൽ കഥ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ബാറിൽ ഇരിക്കുന്ന പോലെയല്ല ഒരു പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഒരു തിയേറ്ററിന് മുമ്പിലുള്ള ചെയറിൽ നമ്മൾ ഇരിക്കുക. അപ്പോൾ നമ്മൾ ആ സ്ഥലം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക. ഇതാണ് നടക്കുന്ന, കഥ നടക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് കഥ നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് സ്റ്റേജിങ്. സ്റ്റേജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഷോട്ടിനും ആ സീനും വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജമായിരിക്കും. ഇനി എന്താണ് സ്പേസ്? സ്റ്റേജിങ്ങിൽ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ, ബാർ, പോലീസ് സ്റ്റേഷൻ എല്ലാം തന്നെ ചിലപ്പോൾ സെറ്റ് ഇട്ടിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ബാർ സെറ്റ് ഇട്ടുള്ളത് ചിലപ്പോൾ ഒരു സ്കൂളിനകത്തായിരിക്കാം, പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ടുള്ളത് ഒരു വീടിനകത്തായിരിക്കാം. അപ്പോൾ നമ്മൾ അത് വീടാണെന്ന് ഉൾക്കൊള്ളാതെ അത് പോലീസ് സ്റ്റേഷനാണെന്ന് ഉൾക്കൊള്ളുക. അപ്പോൾ അത് മനസ്സിലാക്കുന്നതോടെ അത് നമ്മുടെ ആക്ടിങ്ങിനെ വളരെ ഗുണകരമായിട്ട് ബാധിക്കും. സ്പേസിൽ തന്നെ പറഞ്ഞു വരുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനും ബാറും ഹോസ്പിറ്റലും എല്ലാം തന്നെ CGIക്ക് വേണ്ടി ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാർ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഗ്രീൻ സ്ക്രീൻ നമ്മൾ കാണുന്ന സമയത്ത് അത് ഉൾക്കൊള്ളേണ്ടത്, ആ സ്പേസ് ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അടുത്തത് സീൻ ബ്ലോക്കിംഗ് ആണ്. സീൻ ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ന ഒരു ആക്ടർ എപ്പോൾ, എവിടെ, എങ്ങനെ നടക്കണം, ഇരിക്കണം, നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളും, നിങ്ങൾ എപ്പോൾ, എങ്ങനെ, ആരോട് ഡയലോഗ് പറയണം എന്നുള്ള കാര്യങ്ങളും, എവിടെ നിന്നുകൊണ്ട് ഡയലോഗ് പറയണം എന്നുള്ള കാര്യങ്ങളും, അതിനൊപ്പം തന്നെ ക്യാമറ എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാം, ആ ഒരു സീനിന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സീൻ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീൻ ബ്ലോക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ നടന്നു വന്ന് നിൽക്കുന്ന, ഒരു വീട്ടിലേക്ക് കയറി വന്ന് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ ഒരുപക്ഷെ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വന്ന് നിൽക്കാം. പക്ഷേ സ്ക്രീൻ ആക്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങനെ വന്ന് നിൽക്കുന്നതും പറയുന്ന ഡയലോഗുകളും നോക്കുന്ന ലുക്കുകളും, നിങ്ങളുടെ എത്രത്തോളം ഡിഗ്രി നിങ്ങൾ ചെരിഞ്ഞ് നിൽക്കണം, എവിടേക്ക് നിങ്ങൾ ലുക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സീൻ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത്, ആ സീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രീ പ്ലാൻ ചെയ്യപ്പെടും. പ്രീ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നടന്നു വന്ന് നിൽക്കുന്നതും ഡയലോഗ് പറയുന്നതും തിരിഞ്ഞു നിൽക്കുന്നത്, എത്ര ഡിഗ്രി തിരിയണം എന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. അടുത്തത് ക്യാമറ ലെൻസിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്യാമറയിൽ പല റേഞ്ചിലുള്ള ലെൻസുകൾ ഇടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ലെൻസിനെ കുറിച്ച് കൂടുതൽ ഒരു ആക്ടറിന് മനസ്സിലാക്കേണ്ട വലിയ കാര്യം വരുന്നില്ലെങ്കിൽ കൂടിയും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യുന്നതിനും അതുപോലെ ക്ലോസപ്പ് ഷൂട്ട് ചെയ്യുന്നതിനെല്ലാം ഡിഫറെൻറ്റ് ലെൻസുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ലെൻസിങ്ങിൽ വരുന്ന പ്രശ്നം നമ്മുടെ മൂവ്മെൻറ്റ്സ് ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ആക്ഷൻ സീക്വൻസിൽ അങ്ങനെ വരുന്നില്ലെങ്കിൽ കൂടിയും ഒരു സാധാരണ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഒരു ക്ലോസ് ഫ്രെയിം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ ആ ഒരു മൂവ്മെൻറ്റ് ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എത്ര തിരിഞ്ഞു നിൽക്കണം, എവിടേക്ക് ലുക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലെൻസിങ്ങിൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് സിനിമയുടെ ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കാനുണ്ടെങ്കിലും ഒരു ആക്ടറിനെ സംബന്ധിച്ച്, ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ആക്ടറിനെ സംബന്ധിച്ച് വളരെ കുറച്ച് ടേംസ് എങ്കിലും നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആക്ഷൻ ആൻഡ് കട്ട്. അഭിനയിച്ച് തുടങ്ങുന്ന ആ ഒരു മൂമെൻറ്റ് ആക്ഷൻ എന്നും അഭിനയിച്ച് അവസാനിക്കുന്ന മൂമെൻറ്റ് കട്ടുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് പ്രോംപ്റ്റിംഗ് ആണ്. പ്രോംപ്റ്റിംഗ് പക്ഷേ ഇപ്പോൾ അധികം സിനിമകളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടിയും ചില സാഹചര്യങ്ങളിൽ പ്രോംപ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോടതി സീനാണ്, ആ കോടതിയിൽ ജഡ്ജ്മെൻറ്റ് വായിക്കുന്നത് അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വാക്ക് പോലും മിസ്സായി പോകാതെ അത് ഷൂട്ട് ചെയ്തെടുക്കണം എന്നുള്ളതുകൊണ്ട്
ചിലപ്പോൾ ഈ ഒരു ആക്ടർക്ക് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സീരിയലോട്ട് വരുന്ന സമയത്ത് പ്രോംപ്റ്റിംഗ് കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഒരു 3-4 വേർഡിന് ശേഷം വലിയൊരു പോസിന് ശേഷം നമുക്കത് പറയാൻ, ഒരു ആക്ടർക്ക് പറയാനുള്ള സ്പേസിന് ശേഷമാണ് ബാക്കി പ്രോംപ്റ്റ് ചെയ്ത് കിട്ടുക. പക്ഷേ സിനിമയിലിട്ട് വരുന്ന സമയത്ത് ശരിക്കും ഒരു ആക്ടർ പറയുന്ന അതേ മീറ്ററിൽ തന്നെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളും അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ഇൻ്റർവെല്ലാണ് ഈ പ്രോംപ്റ്റിംഗ് സംഭവിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രോംപ്റ്റിംഗ്. അതുപോലെ ലൈവാണ് ഷൂട്ട് ചെയ്യുന്നത്, ലൈവ് സൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വോയിസ് മോഡുലേഷൻസും എല്ലാം തന്നെ നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് റെപ്രസെൻറ്റിങ് ലുക്സ് ആണ്. ഇപ്പോൾ ഞാനെന്ന ആക്ടർ ഇവിടെ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരാളുണ്ടായിരിക്കില്ല, പകരം എനിക്കൊരു ലുക്കാണ് തന്നിട്ടുണ്ടായിരിക്കുക. അത് ഒരു കഷ്ണം പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ആയിരിക്കും ഒരു ലുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അപ്പം ഞാൻ പെർഫോം ചെയ്യേണ്ടത്, ഞാൻ നോക്കി പെർഫോം ചെയ്യേണ്ടത് അത് അയാളാണെന്ന് വിചാരിച്ചുകൊണ്ട്, ആ ക്യാരക്ടറാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടേക്ക് നോക്കിയിട്ട്, ആ കയ്യിലേക്ക് നോക്കിയിട്ട് വേണം പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ സിനിമയിൽ എപ്പോഴും സെറ്റിൽ ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ലുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് കോൺവെർസേഷനിൽ രണ്ടുപേരും ഫ്രെയിമിലില്ലാത്ത എല്ലാ സമയത്തും വേണ്ടത് ഇത്തരം ലുക്സാണ്. അപ്പോൾ ലുക്സിലേക്ക് നോക്കി, ഒരു കൈയിലേക്ക് നോക്കി അതൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് സ്റ്റേജ് ആക്ടിങ്ങിന് അപ്പുറത്തേക്ക് സ്ക്രീൻ ആക്ടിങ്ങിൽ വരുന്നൊരു കാര്യമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഫ്രെയിം റേഞ്ച്. വൈഡ്, മിഡ്, ക്ലോസ്, എക്സ്ട്രീം ക്ലോസ് എന്നുള്ള വാക്കുകളെല്ലാം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇത് ഫ്രെയിമിൻ്റെ റേഞ്ചാണ്. ഒരു വൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു വലിയ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അടുത്തേക്ക് വരുന്നതോറും മിഡ് ആയിരിക്കും, ക്ലോസ് വരുന്നതോറും ക്ലോസ്, എക്സ്ട്രീം ക്ലോസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര റേഞ്ചിലൊക്കെ നിന്നിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു മൂവ്മെൻറ്റ് ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഇനി സ്ക്രീൻ ആക്ടിങ്ങിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ് റിയാക്ഷൻസ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോടതി വിധി കേൾക്കുന്ന ഒരു പ്രതിയുടെ റിയാക്ഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രതിയുടെ ഒരു സൈഡിലായിട്ട് ഈ ജഡ്ജ് ഉണ്ടായിരിക്കും, ഈ സൈഡിലായിട്ട് അയാളുടെ വക്കീലുണ്ടായിരിക്കും. അപ്പോൾ ജഡ്ജിലേക്കും വക്കീലിലേക്കും മാറി മാറി നോക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ ലുക്സ് തന്നിട്ടായിരിക്കും. ഇപ്പോൾ റിയാക്ഷൻസ് മാത്രമായിരിക്കും എടുക്കുക. ഇപ്പോൾ റിയാക്ഷൻസ് എടുക്കുന്ന സമയത്ത് ആ ജഡ്ജ്മെൻറ്റ് മറ്റാരെങ്കിലും ആയിരിക്കും വായിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ആക്ടർ, ആ ജഡ്ജിയായിട്ട് അഭിനയിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല അത് വായിക്കുക. അപ്പോൾ ആ ജഡ്ജി വായിക്കുന്നതായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് കറക്റ്റ് എന്താണോ ഇമോഷൻ, ആ റിയാക്ഷൻ വേണ്ടതെന്നുള്ളത് കൊടുക്കുന്ന, ഈ റിയാക്ഷൻസ് മാത്രം എടുക്കുന്ന ഒരു സെഗ്മെൻറ്റ് സിനിമയിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബിഗിനറായിട്ടുള്ള ഒരു ആക്ടറിന് വേണ്ട കാര്യങ്ങൾ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ? സാധാരണ രീതിയിൽ ഇതത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. അത് മനസ്സിലാക്കുക, സിനിമയിൽ ഇന്നാവുക. പിന്നെ മെല്ലെ 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 ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഡേ ബൈ ഡേ, ഈവൻ ഷോട്ട് ബൈ ഷോട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുതിയ ആക്ടേഴ്സിനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മുഖത്തൊരു ക്യാമറ വെച്ച് ആക്ഷൻ പറയുന്ന മൊമെൻറ്റ് മുതൽ ഈ ചുറ്റുമുള്ള എല്ലാം നിങ്ങളിലേക്ക് അബ്സോർബ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ മനസ്സിലാക്കുക, ആ ഒരു നിമിഷം, ആ ഒരു ടൈം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മാത്രമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നും തന്നെ അവിടെ വിഷയമല്ല. അവിടെ ചുറ്റുമുള്ള ഒന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് മാക്സിമം പെർഫോമൻസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ മൊമെൻറ്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ എല്ലാം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് മാറട്ടെ. നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.